ഹായ്. അപ്പം ഈ ഒരു വീക്ക്, അതായത് നവംബർ 3 തൊട്ട് നവംബർ 7, അപ്പൊ ഈ ഒരു വീക്കിൽ ഞാൻ 1% അപ്പായിട്ടുണ്ട്. അപ്പം ഈ ഒരു 1% അപ്പായതിലുപരി ഞാൻ ഈ ഒരു വീക്ക് എന്തൊക്കെ പഠിച്ചു എന്നതിലാണ് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പം ആദ്യം എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ശരിക്കും യൂട്യൂബിൽ എന്തിനാണ് വീഡിയോ ചെയ്യുന്നത്, അതായത് എനിക്ക് എൻ്റെ ഈ ഒരു ഇനീഷ്യൽ സ്റ്റേജ്, അതായത് 0 to 1 ഈ ഒരു സ്റ്റേജ് എനിക്ക് ഡോക്യുമെന്റ് ചെയ്ത് ലൈവ് ആക്കണമെന്നുണ്ട്, അതായത് പബ്ലിക്കലി അവൈലബിൾ ആക്കണം. അപ്പൊ ഞാൻ ആദ്യത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കാരണം ഇപ്പോൾ ടോപ്പ് ട്രേഡേഴ്സിന്റെ ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ അവരെങ്ങനെയാണ് ആ ഒരു സ്റ്റേജ് സ്ട്രഗിൾ ചെയ്തതെന്നും അവരെങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്ത് വന്നതെന്നൊന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ പേഴ്സണലി അങ്ങനെ ഇതുവരെ ആരെയും കണ്ടിട്ടില്ല. പക്ഷെ അവര് ഇതുപോലെ അവരുടെ ജേർണി പറയുന്നുണ്ട്, പക്ഷെ അത് അവരൊരു ലെവലിൽ എത്തിക്കഴിഞ്ഞിട്ട് അങ്ങനെയാണ് അവർ പിന്നെ ആ ഒരു ജേർണി പറയുന്നത്. പക്ഷെ എനിക്കിത് ലൈവാക്കി, എൻ്റെ ആ ഒരു ജേർണി ലൈവാക്കി കൊണ്ടുപോകണം എന്നുള്ളൊരു ഇതുള്ളത് കൊണ്ടാണ് ഞാൻ യൂട്യൂബിൽ ഈ ഒരു കാര്യം ചെയ്യുന്നത്. അപ്പം മെയിനായിട്ട് ഞാനിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് പ്രോഫിറ്റ് അല്ല, ഞാൻ പ്രോസസ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചത് ഞാൻ ജസ്റ്റ് എൻ്റെ ഈ ഒരു ജേർണി ഡോക്യുമെന്റ് ചെയ്യാം, എന്നിട്ട് യൂട്യൂബിൽ തന്നെ പ്രൈവറ്റ് ആക്കിയിടാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു ലെവലിൽ, അതായത് ഞാൻ ഉദ്ദേശിച്ച ആ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞിട്ട് പബ്ലിക്കലി അതായത് കാണാൻ പറ്റുന്ന രീതിയിൽ ഞാനത് പിന്നെ പബ്ലിക് ആക്കാം എന്നുള്ളൊരു രീതിയിലായിരുന്നു ഇരുന്നത്. പിന്നെ ഞാൻ ഓർത്തു എന്തിനാണ് പ്രൈവറ്റ് ആക്കുന്നത്, ജസ്റ്റ് പബ്ലിക് ആക്കാം. പക്ഷെ യൂട്യൂബിന്റെ അൽഗോരിതം വെച്ച് അത് ആൾക്കാരിലേക്ക് പുഷ് ചെയ്യില്ലായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. അത് കാരണമാണ് ഞാൻ ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷെ എന്തുകൊണ്ടോ യൂട്യൂബ് ഇത് പുഷ് ചെയ്തു. അപ്പം അതായത് ഇത് കാണുന്നത് തമ്മില് എനിക്കറിയില്ല, അതുകൊണ്ടായിരിക്കാം. തമ്മില് ഞാൻ ജസ്റ്റ് പ്രോഫിറ്റ്സിന്റെ ഇത് വെച്ചിട്ടാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതാദ്യമായിട്ട് കാണുന്നവര് വിചാരിക്കും ഞാൻ അതായത് ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആണ്, അപ്പൊ ഞാൻ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് മറ്റുള്ളവരിലേക്ക് കാണിക്കാൻ വേണ്ടിയായിരിക്കും ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന്. പക്ഷെ ശരിക്കും അതല്ല. ഞാൻ എൻ്റെ ഒരു ജേർണി, അതായത് 0 to 1 അല്ലെങ്കിൽ 0 to 100 ഈ ഒരു ജേർണി ഡോക്യുമെന്റ് ചെയ്യുക എന്നതാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ലക്ഷ്യം. ഈ ഒരു വീക്ക് 1% അപ്പായിട്ടുണ്ട്. അപ്പം അതുകൂടാതെ ഈ വീക്കിലും സൈക്കോളജി ചെറുതായിട്ടൊരു ഇത് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ സത്യം പറഞ്ഞ ഇതെല്ലാം പറയുന്നത് ഞാൻ അത്രയ്ക്ക് ട്രാൻസ്പെറന്റ് ആയിട്ട് ഇരിക്കാനാണ്. കാരണം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു സ്ട്രഗിളും അപ്പോൾ ഉള്ള എൻ്റെ ഒരു മൈൻഡിൽ കൂടെ പോകുന്ന കാര്യങ്ങളും സൈക്കോളജി എല്ലാം കൂടെ കാണിക്കാനായിട്ടാണ്. അപ്പോൾ ഈ ഒരു വീക്ക് എനിക്ക് കോളേജിൽ ലാബ് എക്സാം ആയിരുന്നു. അപ്പോൾ മൺഡേ ആയിരുന്നു എനിക്ക് ലാബ് എക്സാം. എനിക്ക് ഉച്ചയ്ക്ക് 12 തൊട്ട് 3:30 വരെ ആയിരുന്നു പറഞ്ഞിരുന്നത് ലാബ് എക്സാം. പക്ഷെ ഞങ്ങളോട് 11:30 ആകുമ്പോഴത്തേന് കോളേജിൽ വരാൻ പറഞ്ഞിരുന്നു. അപ്പം ഞാൻ 11:30 ആയപ്പോൾ ചെന്നു. 11:30 അല്ല, ഞാൻ നേരത്തെ തന്നെ കോളേജിൽ ചെന്നു. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവർ, അതായത് എൻ്റെ കൂടെ പഠിക്കുന്നവര് ഇതേപോലെ ലാബ് എക്സാമിന് വേണ്ടി പിന്നെ റിവൈസ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ട്രേഡ് മാത്രമാണ് ഫോക്കസ് കൊടുത്തോണ്ടിരുന്നത്. ഞാൻ ചാർട്ട് എടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് എൻ്റെ എൻട്രി ടൈം എന്ന് പറഞ്ഞാൽ 10:30 തൊട്ട് ഉച്ചയ്ക്ക് 1:30 വരെ, പിന്നുള്ളത് 3:30 തൊട്ട് 6:30 വരെ. അപ്പൊ ഞാൻ രാവിലെ 10:30 തൊട്ട് 11:30 അല്ല 11:45 വരെ ഞാൻ നോക്കി. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് മിസ് ഇതുപോലെ എക്സാമിന് വേണ്ടി വിളിച്ചു. അപ്പൊ എനിക്ക് പിന്നെ നോക്കാൻ പറ്റിയില്ല. പക്ഷെ 12:30 ആയപ്പോഴത്തേന് എൻ്റെ എൻട്രി സെറ്റപ്പ് വന്നിരുന്നു, പക്ഷെ അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാനപ്പോ പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞ് നോക്കിയപ്പോൾ എൻ്റെ എൻട്രി അവിടെ, അതായത് സെറ്റപ്പ് വന്ന എൻട്രി ആയി, അത് ടാർജറ്റ് ആയി. പക്ഷെ എനിക്കത് എടുക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ ആ ഒരു സമയത്ത് എക്സാമിന് കയറിയിരിക്കായിരുന്നു. അപ്പൊ ആ ഒരു ഇത് കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ദേഷ്യം വന്നു, കാരണം എനിക്ക് ഈ സെറ്റപ്പ് എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ എൻ്റെ ഒരു മെക്കാനിക്കൽ സ്ട്രാറ്റജിയാണ്. അപ്പൊ എനിക്ക് എന്തായാലും കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ എഡ്ജും എടുക്കണം. അപ്പൊ എനിക്കത് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ടൊരു ദേഷ്യം വന്ന് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ആ ഒരു ഇതിൽ തോന്നി. പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞപ്പം തന്നെ എനിക്ക് മനസ്സിലായി, അതായത് പ്രോസസ് ഓവർ പ്രോഫിറ്റ്സ്. അതായത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇത് മനസ്സിൽ കൊണ്ട് തന്നെയാണ് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. പക്ഷെ ഈ ഒരു ട്രേഡ് എടുക്കാൻ പറ്റാതെ, സത്യം പറഞ്ഞത് പ്രോഫിറ്റ് ആകുമോ ലോസ് ആകുമോ എന്നുള്ളതല്ല എൻ്റെ മെയിൻ പ്രശ്നം. എനിക്ക് ആ ട്രേഡ് എടുക്കാൻ പറ്റിയില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു ഇത്. അപ്പൊ അത് കാരണം എനിക്ക് ട്രേഡ് എടുക്കാൻ പറ്റിയില്ല എന്നോർത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഒരിത് വന്നു. പക്ഷെ ഈ ഒരു, അതായത് അത്യാവശ്യം കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് പിന്നെ എന്റെ മനസ്സിലോട്ട് തോന്നുന്നു പ്രോസസ് ഓവർ പ്രോഫിറ്റ്സ്. അതായത് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതല്ല എൻ്റെ ഇപ്പോഴത്തെ, അതായത് ഈ ഒരു ടൈമിൽ എൻ്റെ ഒരു ഇതെന്ന് പറയുമ്പോഴത്തേക്കിനും
പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതല്ല, പ്രോസസ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഞാൻ ഇതിൽ അത്യാവശ്യം ഒരു എക്സ്പെർട്ട് ആകുക എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു ലക്ഷ്യം. അപ്പം സത്യം പറഞ്ഞ ആ ഒരു ടൈമിൽ ഞാൻ മാർക്കറ്റിൽ ഉണ്ടായിരുന്ന ഞാൻ ഉറപ്പായിട്ടും ആ ഒരു സെറ്റപ്പ് എടുത്തേനെ. പക്ഷെ ഞാൻ ഇല്ലായിരുന്നു, കാരണം ഞാൻ സ്കിപ്പ് ചെയ്തതുമല്ല. അതായത് ആ ഒരു ഇത് കാരണം, അതായത് എന്താ ട്രേഡ് എടുക്കാതെ ഞാൻ മനഃപൂർവ്വം സ്കിപ്പ് ചെയ്തതല്ല. പക്ഷെ എനിക്ക് എന്തായാലും ഈ എക്സാമിന് കയറിയേ പറ്റൂ. അത് കാരണം എനിക്ക് എടുക്കാൻ പറ്റാതെ മിസ്സായി പോയ ഒരു കാര്യം. പക്ഷെ ഇപ്പൊ ഞാൻ പ്രോഫിറ്റിനല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, പ്രോസസ്സിനാണ്. അപ്പൊ ഞാനിതിൽ അത്യാവശ്യം എന്താ ഒരു എക്സ്പേർട്ടായി വരിക എന്നാണ് ഞാനിപ്പോൾ ലക്ഷ്യം കൊടുക്കുന്നത്. അപ്പൊ അത് കാരണം അത് പിന്നെ ഓക്കെ. പിന്നെ വെള്ളിയാഴ്ച, അതായത് ഇന്നലെ, ഞാൻ ഇപ്പം ശനിയാഴ്ച, അപ്പം ഇന്നലെ ഞാൻ ഇതുപോലെ ട്രേഡ് എടുക്കാൻ വേണ്ടി ഇരുന്നു. പക്ഷെ ഞാൻ എൻ്റെ സ്ട്രാറ്റജി, സത്യം പറഞ്ഞാൽ എൻ്റെ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ഏതൊരു ടൈമിൽ വേണമെങ്കിലും സെറ്റപ്പ് വന്നു കഴിഞ്ഞാൽ എടുക്കാം. പക്ഷെ ഞാൻ സത്യം പറഞ്ഞ ഒരു ടൈം കൺസ്ട്രെയിന്റ് കൊണ്ടുവന്ന് ഞാൻ തന്നെ സ്വന്തമായിട്ട് ഒരു റൂള് ക്രിയേറ്റ് ചെയ്ത്, കാരണം എനിക്ക് ആ ഒരു ടൈം കൺസ്ട്രെയിന്റ് ആയിട്ടിരിക്കുമ്പോൾ എനിക്കതാണ് സത്യം പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടം. കാരണം എപ്പോഴും, അതായത് ഒരു ദിവസം ഫുള്ളോ 24 മണിക്കൂർ ഇങ്ങനെ ചാട്ടം നോക്കിയിരിക്കുന്നത് എനിക്ക് താല്പര്യമില്ല. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈം വെച്ച് ആ ഒരു ടൈമിന്റെ ഉള്ളിൽ നടക്കുന്ന സെറ്റപ്പ് മാത്രം എടുക്കാനാണ് എനിക്കിഷ്ടം. അപ്പൊ അതുകൊണ്ട് ഞാൻ തന്നെ ഒരു റൂൾ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ ആക്കി ഞാൻ ബാക്ക് ടെസ്റ്റ് ചെയ്ത് തന്നെ റിസൾട്ട് ഉണ്ടെന്ന് മനസ്സിലാക്കി ഞാൻ ചെയ്യുന്നതാണ്. പക്ഷേ ഈ വെള്ളിയാഴ്ച, അതായത് ഇന്നലെ രാവിലെ തൊട്ട് എനിക്ക് അതായത് വേറൊരു രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ, അതായത് സെറ്റപ്പ് സെയിം തന്നെ, പക്ഷെ വേറൊരു റൂള് വെച്ച് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അടിപൊളിയായിരിക്കും എന്ന് തോന്നി ഞാൻ വെറുതെ അതിന്റെ പുറകെ ഇരുന്ന്, ചിലപ്പം അതും ജസ്റ്റ് എൻ്റെ ഒരു ഇൻഡ്യൂഷൻ വെച്ചിട്ട് മാത്രം ഞാൻ വെറുതെ ഒരു ട്രേഡ് ചുമ്മാ എടുത്തു. പക്ഷെ ആ ട്രേഡ് എടുത്തു കഴിഞ്ഞത് ലോസായി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പിന്നെ മനസ്സിലായത്, സത്യം പറഞ്ഞാൽ ഇതൊന്നും നോക്കേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് എൻ്റെ റൂൾ ഫോളോ ചെയ്ത് എൻ്റെ ഒരു ഇത് മാത്രം വെച്ച് ട്രേഡ് എടുത്താൽ മതി. അപ്പൊ ഇങ്ങനെ ഞാൻ ഓരോ കാര്യം, അതായത് ഞാൻ തെറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ ഒരിക്കലും ബെസ്റ്റ് ആയിട്ടുള്ള ഒരാളല്ല, പക്ഷെ ഞാൻ ഈ കാര്യങ്ങൾ ലേൺ ചെയ്ത് വരുന്ന ഒരാൾ തന്നെയാണ്. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. അപ്പൊ എൻ്റെ ഇതൊരു ഇനിഷ്യൽ സ്റ്റേജ് ആണ്. അപ്പൊ ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും ഞാൻ ചെയ്യുന്ന തെറ്റുകളും എല്ലാം എനിക്ക് ജസ്റ്റ് ഡോക്യുമെന്റ് ചെയ്യണം. അതിനുവേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പം ഈ ഒരു വീക്ക് ഞാൻ 1% അപ്പായി. അപ്പം ഇനി നമുക്ക് ആ ഒരു ഞാൻ എടുത്ത ട്രേഡ്സ് കാണിക്കാം. അപ്പോൾ ഈ ഒരു വീക്ക് എനിക്ക് മൺഡേ ട്രേഡ് ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ എടുത്തില്ല. പക്ഷെ അത് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നില്ല. ഞാൻ എടുത്ത ട്രേഡ് മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. അപ്പം ഞാൻ മൺഡേ എനിക്ക് ആകെപ്പാടെ ഒരു സെറ്റപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് എനിക്ക് എടുക്കാനും പറ്റിയില്ല. പിന്നെ ചൊവ്വാഴ്ച എനിക്ക് ട്രേഡ് സെറ്റപ്പ് ഉണ്ടായിരുന്നത് 12:45 PM ഞാനൊരു സെൽ എൻട്രി നോക്കി, പക്ഷെ അത് SL ആയിട്ടുണ്ട്. പിന്നെ അതേപോലെ കഴിഞ്ഞ വീക്ക് വരെ മാർക്കറ്റ് അത്യാവശ്യം നല്ല വോളട്ടൈലായിരുന്നു. അപ്പം ഞാനത് പ്രതീക്ഷയാണ് ഈ ഒരു വീക്ക് വരുന്നത്. പക്ഷെ കഴിഞ്ഞ വീക്ക് വരെ ഞാൻ 1:3 ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഈ ഒരു വീക്ക് ഞാൻ മൺഡേ തൊട്ട് വെങ്കിൽ പിന്നെ 1:2 ആക്കാം. അതായത് SLന്റെ സൈസ് കുറച്ചുകൂടെ കൂട്ടാം, 30 പിപ്പ് എന്നുള്ള 50 പിപ്പ് ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഈ ഒരു വീക്ക് അത് ചെയ്യാനായിരുന്നു. അപ്പം ട്യൂസ്ഡേ ഞാൻ ആ ഒരു ഇത് വെച്ചിട്ട് എൻട്രി എടുത്തു, പക്ഷെ SL ഇട്ടായി. അത് കഴിഞ്ഞിട്ട് വൈകിട്ട്, അതായത് 6:30 വരെയാണ് എൻ്റെ ഒരു സെറ്റപ്പ്. വൈകിട്ടത്തെ 6 മണിയായപ്പോൾ കറക്റ്റ് ഒരു എൻട്രി ടാപ്പായത്, TP ഹിറ്റായി. ഈ ഒരു TP ഹിറ്റായി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കാരണം അതായത് നേരത്തെ ഗോൾഡ് മൂവ്മെന്റ് ചെയ്തതിന്റെ പകുതി, അതായത് അത്രയും വയലന്റ് ആയിട്ട് മൂവ്മെന്റ് ചെയ്തുകൊണ്ടിരുന്ന ഗോൾഡ് പിന്നെ നോർമലായി എന്ന് എനിക്ക് ഈ ഒരു ട്രേഡ് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. കാരണം എൻട്രി ടാപ്പായിട്ട് അത്യാവശ്യം കുറച്ച് മാത്രമേ മാർക്കറ്റ് മൂവ് ചെയ്തുള്ളൂ. ഇത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, കാരണം മാർക്കറ്റ് പിന്നെയും നോർമൽ കണ്ടീഷനിലേക്ക് വന്നു. അപ്പൊ എനിക്ക് നോർമൽ കണ്ടീഷനിലേക്ക് വരുമ്പോൾ എനിക്ക് വേറെ കറക്റ്റ് ആയിട്ടൊരു റിസ്ക്കും TP ഉണ്ട്. 30-60 ആണ്, 30 പിപ്പും 60 പിപ്പും ആണ് ഞാൻ റിസ്ക്കും റിവാർഡുമായിട്ട് വെക്കുന്നത്. പിന്നെ ഈ ഒരു ട്രേഡ് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ അതിലേക്ക് തന്നെ മാറി. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇത് ട്യൂസ്ഡേയിലെ രണ്ടാമത്തെ ട്രേഡ് TP ആണ്. അപ്പം അത് കഴിഞ്ഞ് ബുധനാഴ്ച എനിക്ക് ട്രേഡ് ഇല്ലായിരുന്നു. പിന്നെ വ്യാഴാഴ്ച ഞാൻ 2 ട്രേഡ് എടുത്തു, രണ്ടും അടുപ്പിച്ച SL, അതായത് പെട്ടെന്നുള്ള SL ആയിരുന്നു. രണ്ടും ഞാൻ സെല്ലിൻ്റെ ആയിരുന്നു നോക്കിയത്, രണ്ടും SL ഹിറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു ലെവലായിരുന്നു ഞാൻ ആദ്യത്തെ സെല്ലിൻ്റെ പ്ലാൻ ചെയ്തത്. അത് കറക്റ്റ് 12:50 ആയപ്പം ടാപ്പായി ആ ഒരു ക്യാൻഡിൽ തന്നെ SL ഹിറ്റായി. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ട്രേഡും അതിൻ്റെ തൊട്ട് മുകളിലായിരുന്നത് SL ഹിറ്റായി. അത് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളിയാഴ്ച
എന്നാലും ഞാൻ ഒറ്റ ട്രേഡ് മാത്രമേ നോക്കുള്ളൂ. ഒറ്റ ട്രേഡ് എനിക്ക് ഒറ്റ സെറ്റപ്പ് മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പം ഒരൊറ്റ ട്രേഡ് മാത്രമേ ഞാൻ നോക്കുകയുള്ളൂ. അത് കറക്റ്റ് ടി പി ഹിറ്റ് ആയിട്ടുണ്ട്. ഇത് 60 പിപ്പ് ടി പിയും 30 പിപ്പ് SL ആയിരുന്നു. അപ്പൊ ഇതാണ് ഈ ഒരു വീക്കിലെ ഞാൻ എടുത്ത ട്രേഡ്സ്. അപ്പൊ ഈ ഒരു വീക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തിങ്കളാഴ്ച ഞാൻ ട്രേഡ് എടുത്തിട്ടില്ല. പിന്നെ ചൊവ്വാഴ്ച 2 ട്രേഡ് എടുത്തു, വ്യാഴാഴ്ച 2 ട്രേഡ് എടുത്തു, വെള്ളിയാഴ്ച 1 ട്രേഡ് എടുത്തു. ടോട്ടൽ 5 ട്രേഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൽ 3 SL ഹിറ്റും 2 1:2 TP ആണ് ഹിറ്റ് ആയിരിക്കുന്നത്. അപ്പം സത്യം പറഞ്ഞാൽ ഞാൻ ഇതിൽ 1% അപ്പാണ്. പിന്നെ തിങ്കളാഴ്ചത്തെ കൂടി എടുത്തിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ 3% അപ്പായാണ്. പക്ഷെ എനിക്ക് ആ ഒരു സെറ്റപ്പ് എടുക്കാൻ പറ്റില്ല. പക്ഷെ അത് കുഴപ്പമില്ല, ഞാൻ പ്രോസസ്സിൽ ഞാൻ ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്ന ഞാൻ എന്തായാലും ഉറപ്പായിട്ട് എടുക്കാൻ. ഇതാണ് എൻ്റെ ഈ ഒരു വീക്കിലെ ഞാൻ എടുത്ത ട്രേഡ്സും കാര്യങ്ങളും. അപ്പോൾ ഈ ഒരു വീക്കിൽ ഞാൻ എടുത്ത ട്രേഡ്സ് ബ്രോക്കറിൽ നോക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ റിയൽ അക്കൗണ്ട്. അപ്പോൾ ഈ ഒരു റിയൽ അക്കൗണ്ടിൽ ഞാൻ $33 വിഡ്രോ ചെയ്തിരുന്നു. ഇത് നവംബർ 3 തൊട്ട് നവംബർ 7 വരെയുള്ള ഒരു ദിവസത്തെ PNL ആണ്. അപ്പം ഇതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ $0.66 മാത്രമേ പ്രോഫിറ്റ് കാണിക്കുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ട്രേഡ് ഞാൻ എൻ്റെ റൂളിൻ്റെ പുറത്ത് പോയി എടുത്തൊരു ട്രേഡാണ്. അതായത് ഇന്നലെ ഞാനൊരു ട്രേഡ് വെറുതെ ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയാണ്. അപ്പോൾ ഈ ഒരു SL കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനെ ഒരു ട്രേഡ്, അതായത് എൻ്റെ റൂളിലല്ലാതെയുള്ള ട്രേഡുകൾ ഞാൻ എടുക്കാൻ പാടില്ലെന്ന്. അപ്പോൾ അതാണ് ഈ ഒരു ആഴ്ച സത്യം പറഞ്ഞാൽ ഞാൻ പഠിച്ച കാര്യം. പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ തിങ്കളാഴ്ച എനിക്ക് എക്സാമിന് കയറുന്നതിന് മുമ്പ് എനിക്ക് അതായത് ഞാൻ എൻ്റെ സെറ്റപ്പിലുള്ള സ്ഥലത്ത് ഞാൻ ലിമിറ്റ് എൻട്രി ഇട്ട് വെച്ചിരുന്നു. അതിൽ എൻ്റെ ടൈം അല്ലാതെ, അതായത് 1:30 കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു ട്രേഡ് ടാപ്പ് ആയത്. അപ്പോൾ ഞാൻ എക്സാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഈ ഒരു ട്രേഡ് റൺ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷെ ഞാൻ റൺ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഞാൻ ഈ ഒരു ട്രേഡ് SL നിന്ന് ബ്രേക്കും വെച്ചിരുന്നു. അതങ്ങനെ ബ്രേക്കും വന്ന് ക്ലോസ് ആയ ട്രേഡാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു ട്രേഡ് എൻ്റെ ടൈമിലുള്ള ട്രേഡല്ല, ഞാൻ ലിമിറ്റ് എൻട്രി ഇട്ട് വെച്ചിരുന്നൊരു ട്രേഡാണ്. പക്ഷേ എക്സാമിന് കയറി കഴിഞ്ഞിട്ടാണ് ഈ ഒരു എൻട്രി ടാപ്പായത്. ഇതാണ് ഞാൻ എടുത്ത എൻ്റെ ഇൻസ്റ്റൻറ്റ് ഫണ്ടിങ്ങിൻ്റെ അക്കൗണ്ട്. ഈ ഒരു അക്കൗണ്ട് നവംബർ 3 തൊട്ട് നവംബർ 7 വരെ ഇതിൽ ഞാൻ കറക്റ്റായിട്ട് തന്നെയാണ് ട്രേഡ് എടുത്തിരിക്കുന്നത്. അതേപോലെ ഈ ഒരു ട്രേഡ് ഞാൻ ലിമിറ്റ് എൻട്രി ഇട്ട് വെച്ചിരുന്നത്. അപ്പം എക്സാമിന് കയറി കഴിഞ്ഞാണിത്, അതായത് എൻ്റെ ഒരു 1:30 കഴിഞ്ഞിട്ടാണ് ടാപ്പായത്. ഞാൻ ആ എക്സാം എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് ടാപ്പായതാണ്. ഞാൻ നേരത്തെ ലിമിറ്റ് എൻട്രി ഇട്ട് വെച്ചിരുന്ന ഒരു ട്രേഡായിരുന്നു അത്. അപ്പം ഇതാണ് ഈ ഒരു വീക്കിലെ എൻ്റെ ഈ ഒരു PNL റിപ്പോർട്ട്.